മനസ്സിലാക്കി ചെയ്യുന്ന നന്മകൾക്ക് പുണ്യം കൂടുതലാണ്. ആരെങ്കിലും വന്ന് ചോദിച്ചിട്ടോ ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടോ നന്മകൾ ചെയ്യാം. അല്ലെങ്കിൽ നമ്മളൊരു വ്യക്തിയെ മനസ്സിലാക്കുന്നു, ആ വ്യക്തിയെ മനസ്സിലാക്കി നന്മകൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വലിയൊരു അഭിഷേകമാണ്. നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ട് പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി ആരും പറഞ്ഞിട്ടല്ല, ആരും നിർബന്ധിച്ചിട്ടല്ല. ആ നന്മ അമ്മ എലിസബത്തിന് ചെയ്തു കൊടുക്കുക. ഇതുപോലെ മഴക്കാലഘട്ടം ഏതെങ്കിലുമൊക്കെ കുടുംബങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ടെന്ന് കണ്ടറിയുന്നു, മനസ്സിലാകുന്നു, ചോർന്നൊലിയുന്നുണ്ടെന്ന് അറിയുമ്പോൾ, ആ കുടുംബത്തിലെ ജോലിക്ക് പോയിട്ട് കുറെ ദിവസങ്ങളായെന്നറിയുമ്പോൾ നമ്മൾ ഓർക്കുക, കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് മനസ്സലിവോടുകൂടി ആ കുടുംബത്തിന് എന്തെങ്കിലും നന്മ ചെയ്യുമ്പോൾ അതാണ് പുണ്യം കൂടുതൽ കിട്ടും. ആരെങ്കിലുമൊക്കെ നിർബന്ധിച്ചിട്ട് പബ്ലിസിറ്റിയോടുകൂടിയൊക്കെ ചെല്ലുമ്പോഴെല്ലാം നമ്മൾ ആരും അറിയാതെ ആ കുടുംബത്തിൻ്റെ എല്ലാം ആവുന്ന അമ്മയെ പോലെ ആകാൻ പറ്റാറുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക, ധ്യാനിക്കുക.